മലപ്പുറം അങ്ങാടിപ്പുറം പാലത്തിൽ ബസ് കുടുങ്ങി ഗതാഗതം തടസ്സപ്പെട്ടു. ഓടിക്കൊണ്ടിരിക്കെ ബസിന്റെ മുൻഭാഗത്തെ ചക്രം ഊരിപ്പോവുകയായിരുന്നു. കൊല്ലങ്കോട് നിന്നും കോഴിക്കോട്ടേക്ക് പോയ ബസ്സാണ് വഴിയിൽ കുടുങ്ങിയത്. ബസ് റോഡിൽ നിന്നും മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേർന്നുണ്ട്. സോണൽ, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? ഇന്ന് രാവിലെയോടെയാണ് മലപ്പുറം അങ്ങാടിപ്പുറം പാലത്തിൽ ഇത്തരത്തിൽ ഗതാഗതക്കുരുക്ക് രൂപപ്പെടുന്നത്. ബസിന്റെ മുൻഭാഗത്തെ ചക്രം ഊരിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ഇതേ തുടർന്ന് വലിയ ഗതാഗത കുരുക്കാണ് അല്ലെങ്കിൽ വലിയ ഗതാഗത കുരുക്കുണ്ടായി തീരുകയായിരുന്നു. കാരണം അങ്ങാടിപ്പുറത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ പാലത്തിൽ തന്നെ ഏറെ സമയം ഗതാഗത കുരുക്ക്, ഒരു റഷ് സമയം വന്നു കഴിഞ്ഞാൽ ഏറെ സമയം ഗതാഗത കുരുക്കുണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഈ കൊല്ലങ്കോട് നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന ഈ രാജപ്രഭ എന്ന് പറയുന്ന ബസ് ഇത്തരത്തിൽ ബ്ലോക്കിൽ അല്ലെങ്കിൽ തകരാറിലാകുന്നത്. ഈ ടയർ ബസ്സിൽ നിന്ന് ഊരിപ്പോയതോടെ വലിയ രീതിയിൽ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ടായി. തുടർന്ന് ബസ് മാറ്റാനുള്ള ശ്രമം, ക്രെയിൻ ഉൾപ്പെടെ എത്തി ബസ് മാറ്റാനുള്ള ശ്രമം തുടങ്ങിയതിൽ പിന്നെയാണ് ഈ ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിച്ചത്. എന്തായാലും ബസ് ഈ പാലത്തിൽ നിന്ന് പൂർണ്ണമായി ഇപ്പോൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. വിഷ്ണു, സോണൽ, ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിന്റെ മറുവശം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരുപക്ഷെ ഇത്തരത്തിൽ നിരവധി സ്വകാര്യ ബസ്സുകളുള്ള ഒരു സ്ഥലമാണ് മലപ്പുറം. ഇത്തരത്തിൽ ബസ്സുകൾ, കാലപ്പഴക്കം ചെന്ന ബസ്സുകൾ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ഫിറ്റ്നസ് നൽകുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നതും അതും ഈ ഒരു അപകടത്തിന് മറ്റൊരു കാരണം തന്നെയല്ലേ? വിഷ്ണു, പ്രധാനമായി പറയേണ്ടത് കൃത്യമായ രീതിയിൽ ഇതിന്റെ മെയിൻ്റനൻസുകൾ നടത്താത്തതിന്റെ പുറത്ത് തന്നെയാണ് ഇത്തരം ഒരു സംഭവം ഇവിടെ മലപ്പുറം അങ്ങാടിപ്പുറത്തും ഉണ്ടായത് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. കാരണം ഓടുന്ന സമയത്താണ് ബസിന്റെ മുൻഭാഗത്തെ ചക്രം ഊരിപ്പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത്. ഒരു പക്ഷേ വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ നമുക്ക് നോക്കിക്കാണാം. കാരണം ഏതെങ്കിലും തരത്തിൽ ചക്രം ഊരിപ്പോയ ആ ഒരു ഘട്ടത്തിൽ ബസ് മറിഞ്ഞു വീഴാനുള്ള സാധ്യതകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു അപകടം ഉണ്ടാകാതെ കൃത്യമായിട്ട് ആ ബസ് ഒരു അരുവിലേക്ക് നിർത്താൻ ആ ഡ്രൈവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു അപകടം ഒഴിവായി പോയത് എന്നുള്ളതും നമുക്ക് നോക്കിക്കാണേണ്ടി വരും. കാരണം യാത്രക്കാർ, ആ ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം രാവിലെ സമയമാണ്, സ്കൂളിലേക്ക് മറ്റു ജോലിക്കും മറ്റു പോകുന്ന ആളുകൾ ഉൾപ്പെടെ ഈ ബസ്സിൽ യാത്ര ചെയ്തിരുന്നു എന്നുള്ളതാണ് പ്രധാനമായി. കാരണം കൊല്ലങ്കോട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ് റൂട്ടുകളെല്ലാം തന്നെ ഒരുപാട് ആളുകൾ, ജനത്തിരക്കേറിയ ബസ് റൂട്ടാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങാടിപ്പുറം പാലത്തിന് മുകളിലാണ് അത്തരമൊരു സംഭവം ഉണ്ടായത് കൊണ്ട് തന്നെ വലിയ ഗതാഗത കുരുക്ക് ആ സമയത്ത്, രാവിലെ സമയത്ത് ഈ പ്രധാന നഗരത്തിൽ ഉണ്ടായി എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നീട് ഇത്തരത്തിൽ വർക്ക്ഷോപ്പിൽ നിന്നും ആളുകൾ എത്തി പുനഃസ്ഥാപിച്ചതിന് ശേഷമാണ് ആ ബസ് അവിടെ നിന്ന് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. വിഷ്ണു, വ്യക്തമാണ്. സോണൽ കൃഷിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.